വെൽക്കം ടു കോഡ് യുറേക്ക. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ക്യാൻവ ഉപയോഗിച്ച് എങ്ങനെ ഒരു ലോഗോ സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ്. അതിനുശേഷം നമുക്കൊരു മോക്കപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നമുക്ക് പ്രോഡക്റ്റ് സെല് ചെയ്യാനുള്ള മോക്കപ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. മോക്കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിലും ഒരു പാക്കറ്റിലും ഒക്കെ ഈ ലോഗോ എങ്ങനെ ആഡ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഒരു പിക്ചർ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്യാൻവ സൈറ്റിലേക്ക് കയറുക. അവിടെ നമുക്ക് ലോഗിൻ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ലോഗിൻ പ്രസ് ചെയ്യുക. ലോഗിൻ പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ജിമെയിൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് സിമ്പിളായിട്ട് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ക്യാൻവയിലേക്ക് നമ്മൾ ലോഗിൻ ആവും. അതിനുശേഷം ഹോം സ്ക്രീൻ വരും. ഇവിടെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണോ ഡിസൈൻ ചെയ്യേണ്ടത് അത് നമുക്ക് മുകളിൽ സെർച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അവിടെ നമ്മൾ ലോഗോ എന്ന് കൊടുക്കുകയാണ്. ലോഗോ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ ലോഗോസ് എന്ന് വരും. നിങ്ങൾ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് ഇവിടെ ഒരുപാട് ലോഗോസ് വരും. ഇവിടെ ക്രിയേറ്റ് എ ബ്ലാങ്ക് ലോഗോ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് പുതുതായിട്ട് ബ്ലാങ്ക് ആയിട്ടുള്ള ലോഗോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലോഗോസ് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് ഫ്രീ ആണ്. ഇതൊക്കെ നമുക്ക് ഈ പ്രോ എന്ന് എഴുതാത്തതല്ല. പ്രോ എന്ന് എഴുതിയിരിക്കുന്നത് മാത്രം പെയ്ഡ് ആണ്. അതിന് നമുക്ക് പെയ്ഡ് അക്കൗണ്ട് എടുക്കേണ്ടി വരും. ബാക്കിയുള്ളത് ഫ്രീ ആയിട്ടുള്ള ഏത് ലോഗോയും നിങ്ങൾക്ക് എടുത്ത് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. എക്സാമ്പിൾ ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഇത് പ്രോ അല്ല, ഇതാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇത് മതിയെന്നുണ്ടെങ്കിൽ ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതൊരു എഡിറ്റിംഗ് വിൻഡോയിലേക്ക് ലോഡാവും. ഇവിടെ വന്നിട്ട് ഇവിടെ നിങ്ങളുടെ ഇതിൻ്റെ പേര്, നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും എക്സ്ട്രാ ടെസ്റ്റ് കൂടെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ടെസ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം നമുക്കിവിടെ സൈസ് ഒക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലോഗോ നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്യാം. അതിനുശേഷം അതല്ല, നമുക്ക് പുതിയതായിട്ട് നമ്മുടേതായിട്ട് ഒരു ലോഗോ നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൻ്റെ അകത്തുണ്ട്. അതെങ്ങനെയാണെന്നും കൂടെ നമുക്ക് നോക്കാം. നമ്മൾ ഇവിടെ ക്രിയേറ്റ് എ ബ്ലാങ്ക് ലോഗോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ക്യാൻവാസ് ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു ടെസ്റ്റ് ആഡ് ചെയ്യണമെങ്കിലും എലമെന്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ടെസ്റ്റ് ആണെങ്കിൽ ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ടെസ്റ്റ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അത് പല സൈസിൽ ഹെഡിങ് ഹെഡിങ് എന്ന വലിയ സൈസ് കാണിക്കുന്നത് ഇത് ട്രാക്ക് ചെയ്ത് വെക്കുമ്പോൾ ആ സൈസിലായിരിക്കും ഇത് വരുന്നത്. എക്സാമ്പിൾ ഇത് എടുത്ത് വെച്ചു. അപ്പോൾ നമുക്ക് ആ ഒരു സൈസിലായിരിക്കും വരുന്നത്. ഇവിടെ നമ്മുടെ ടെസ്റ്റ്, ഞാനിപ്പോൾ ഓർഗാനിക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പേരാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് ഇവിടെ ഇത് വരും. ഇവിടെ നമുക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്യാം. സൈസ്, ഫോണ്ട് ഇതെല്ലാം നമുക്കിവിടെ ചേഞ്ച് ചെയ്യാനായിട്ട് വരും. ഞാൻ ജസ്റ്റ് ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് സൈസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സൈസ് കൂട്ടി കൊടുക്കാനായിട്ട് വരും. എത്ര വേണമെങ്കിലും സൈസ് കൂട്ടി കൊടുക്കാം. കണ്ടോ, നമ്മൾ ലോഗോ സൈസ് നമുക്ക് ഇഷ്ടമുള്ള സൈസ് കൂട്ടി കൊടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം നമുക്കൊരു ടാഗ് ലൈൻ കൊടുക്കണമെങ്കിൽ ജസ്റ്റ് ഇത് പ്രസ് ചെയ്യുക. ഇവിടെ ടാഗ് ലൈൻ അതിൻ്റെ താഴെ കൊണ്ടുവെക്കുക. അതിനുശേഷം നമുക്ക് അവിടെ ടാഗ് ലൈൻ കൊടുക്കാം. നമുക്കിപ്പം 100% നാച്ചുറൽ എന്ന് കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യാനും കളർ ചേഞ്ച് ചെയ്യാനും ഒക്കെ ഇവിടെ പറ്റും. കളർ ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ ഓപ്ഷൻ ഉണ്ട്. കളറ് നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ നമുക്കിപ്പം ഗ്രീൻ കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ സ്പേസിങ്, ലെറ്റർ സ്പേസിങ് കൂട്ടണമെങ്കിൽ ഇതിൻ്റെ ഇവിടെ ജസ്റ്റ് സ്പേസിങ് കൂട്ടി കൊടുക്കാനായിട്ട് സാധിക്കും. കണ്ടോ, അതിനുശേഷം ഇതിൻ്റെ സൈസ് കുറച്ച് കൊടുക്കണമെങ്കിൽ നമുക്ക് ജസ്റ്റ് പ്ലസും മൈനസും ചെയ്തുകൊണ്ട് സൈസ് കുറയ്ക്കാനായിട്ട് പറ്റും. ഇവിടെ കൊടുത്തു. ഇനി നമുക്ക് എന്തെങ്കിലും എലമെന്റ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. നമുക്കൊരു ലീഫ് ആഡ് ചെയ്യാം. ഓർഗാനിക്കിൻ്റെ സിമ്പിളായിട്ടൊരു ലീഫ് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ലീഫ്. അപ്പോൾ നമുക്കിവിടെ തന്നെ ലീഫ് എന്ന് ടൈപ്പ് ചെയ്യുക. ഏതാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളിവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരും. ഗ്രാഫിക്സ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇവിടെ സി കൊടുക്കുക, സി ഓൾ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ പ്രോ എന്ന് പറയുന്നത് നമുക്ക് എടുക്കാൻ പറ്റില്ല. അത് പെയ്ഡ് അക്കൗണ്ട് ഉള്ളവർക്ക് മാത്രമേ എടുക്കാൻ പറ്റൂ. നമുക്ക് ഫ്രീ ആയിട്ട് ഒരുപാട് അവൈലബിൾ ആണ്. നമുക്ക് അതിലേതെങ്കിലും സെലക്ട് ചെയ്യാം. നമുക്ക് ഇപ്പോൾ ഇത് സെലക്ട് ചെയ്യാം. ഇത് ഫ്രീ ആണ്. ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണ്. ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവെക്കുക. ഇതിൽ നിന്നിട്ട് നമുക്ക് ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഏത് കോർണറിൽ നിന്ന് പിടിച്ച് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ട്. ഇവിടെ കളർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് ഇച്ചിരി ഡാർക്ക് ആയി കൊടുക്കണം, അല്ലെങ്കിൽ ലൈറ്റ് ആയി കൊടുക്കണം. അതെല്ലാം നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കും. കണ്ടോ, അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്ലിപ്പ് ചെയ്യണോ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. അതിൽ പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇത് കൊടുക്കുക. ഇനി നമുക്ക് എവിടെ കൊണ്ടുവെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. കേട്ടോ, ഇങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ സൈസും നമുക്ക് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം നമ്മളിപ്പം ലോഗോ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് ഇവിടെ ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ പോയി കഴിഞ്ഞാൽ പല ഓപ്ഷൻ ഉണ്ട്. PNG, JPEG, അങ്ങനെ പല ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇത് നമുക്ക് ടെംപ്ലേറ്റ് എടുത്ത് എഡിറ്റ് ചെയ്താലും ഇങ്ങനെ തന്നെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. നമ്മൾ ഫ്രഷ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഇതേ ഓപ്ഷൻ തന്നെയാണുള്ളത്. ടെംപ്ലേറ്റ് ആകുമ്പോഴത്തേക്ക് ടെംപ്ലേറ്റ് ഇവിടെ ലോഡായി നിൽക്കുന്നുള്ളൂ. അതിൻ്റെ കൂടെ നമുക്ക് എന്ത് വേണമെങ്കിലും ഇതുപോലെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ഇപ്പോൾ നമുക്കത് ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഓർഗാനിക് എന്ന് പറഞ്ഞ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ജസ്റ്റ് ഓപ്പൺ ആക്കി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് നമ്മളിപ്പം ഡിസൈൻ ചെയ്തെടുത്ത നമ്മുടെ പ്രോഡക്റ്റിൻ്റെ
ലോഗോയാണ്. ടെംപ്ലേറ്റ് എടുത്ത് എഡിറ്റ് ചെയ്താൽ ഇതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ മോക്കപ്സ് ഉണ്ടാക്കാനായിട്ടാണ്. അപ്പം നമുക്ക് ചെയ്യേണ്ടതാണ് ഇവിടെ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഏത് പാക്കറ്റിൻ്റെ അകത്താണ് ഇത് വരുന്ന ഫോട്ടോ നമുക്ക് വേണ്ടത്, മോക്കപ്പ് വേണമെങ്കിൽ. അതുപോലെ നമുക്ക് പാക്കപ്പ്, ബോട്ടിൽ, അങ്ങനെ കുറേ ഓപ്ഷൻസിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ ആപ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആപ്സ് അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് വരുമ്പോൾ മോക്കപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. മോക്കപ്പ് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഏതിൻ്റെ അകത്താണ് നിങ്ങൾക്ക് മോക്കപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണാൻ പറ്റും. വീഡിയോസിലാണോ, അത് ഫോണിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിലാണോ, പ്രിന്റ് ചെയ്യുന്ന മെറ്റീരിയലായിട്ട് കാണുന്ന രീതിയിലാണോ നമുക്ക് മോക്കപ്പ് വേണ്ടത്, അപ്പാരലാണോ, കമ്പ്യൂട്ടറിൻ്റെ അകത്താണോ. അപ്പോൾ ഞാൻ ഇവിടെ ഈ കാണിക്കുന്ന ഈ ഭാഗത്തായിരിക്കും നമ്മുടെ ഈ ലോഗോ വരുന്നത്. ഫ്രെയിംസിലാണോ വരേണ്ടത്, അതുപോലെ പാക്കിങ്ങിൽ, നമുക്ക് പാക്കിങ്ങിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ സി ഓൾ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ടൈപ്പ് പാക്കിങ്സ് ഇവിടെ കാണിക്കും. അപ്പോൾ ആ പാക്കറ്റുകൾ നമുക്കിവിടെ എടുക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ പുതിയ ഒരു ക്യാൻവാസ് ആഡ് ചെയ്യുന്നതിന് ആഡ് എ പേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാങ്ക് താഴേക്ക് വരും. കണ്ടോ, മുകളിൽ ലോഗോയും താഴെ ഒരു ബ്ലാങ്ക് പേജ് വന്നു. ഇവിടെ നമുക്ക് മോക്കപ്പിൻ്റെ ഫോട്ടോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം തന്നെ ഇവിടെ നമുക്ക് ഏത് പാക്കറ്റിലാണ് വേണ്ടത്, നമുക്ക് ഈ ഒരു പാക്കറ്റിൽ നമുക്ക് നോക്കാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുകയോ ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് വന്നിട്ടുണ്ട്, രണ്ടു വട്ടം വന്നിട്ടുണ്ട്. ഒരെണ്ണം അങ്ങ് ഡിലീറ്റ് ചെയ്താൽ ഇതിൻ്റെ സൈസ് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. എത്ര വലുതാക്കണം എന്ന് നമുക്ക് ഡ്രാഗ് ചെയ്ത് വലുതാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന ലോഗോ ഇവിടെ ആയിരിക്കും വരുന്നത്. ഈ ഒരു പിക്ചറിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട്, അത്രയും ഭാഗത്തായിരിക്കും ഇത് വരുന്നത്. ഇനി നമുക്ക് വേറൊരു എണ്ണം കൂടെ ആഡ് ചെയ്യാം. ആഡ് പേജ് കൊടുക്കുക. എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ലോഗോ ആഡ് ചെയ്യാം. പേജസ് ആദ്യം ആഡ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്കൊരു പാക്കറ്റ് എടുക്കാം, പൗച്ച് എടുക്കാം. പൗച്ച് എടുത്തതിന് ശേഷം പൗച്ചിൻ്റെ സൈസ് കറക്റ്റ് ആക്കി വെക്കുക. ഇഷ്ടമുള്ള സൈസ്. അതിനുശേഷം നമുക്ക് ഒരു പേജ് കൂടെ ആഡ് ചെയ്യാം. ഒരു ബോട്ടിൽ നമുക്ക് വെച്ച് നോക്കാം. ഓക്കെ, ബോട്ടിലിൻ്റെ സൈസ് നമുക്ക് സെറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മളിപ്പം ഡൗൺലോഡ് ചെയ്തല്ലോ ഒരു ലോഗോ, ആ ലോഗോ ജസ്റ്റ് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്നതിനായിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ അപ്ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അകത്ത് പോവുക. അപ്ലോഡ് ഫയൽസ്, ഇമേജ് സെലക്ട് ചെയ്യണം. ഇമേജാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്ലോഡ് ഫയൽസിൽ ക്ലിക്ക് ചെയ്ത് ആ ഫയൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡൗൺലോഡ്സിനകത്ത് പോവുക. നമ്മൾ ഇതാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഇമേജ്, അത് ജസ്റ്റ് അപ്ലോഡ് ആക്കണം. നമ്മുടെ ലോഗോ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ജസ്റ്റ് നിങ്ങൾ ഡ്രാഗ് ചെയ്യുക, ഇവിടെ കൊണ്ടുവെക്കുക. അത് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ആയിക്കോളും. കാരണം ഇപ്പം അത് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെയും അത് തന്നെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവെക്കുക. വന്നിട്ടുണ്ട്. അതുപോലെ ഇതും ഡ്രാഗ് ചെയ്ത് വെക്കുക. വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് അതിൻ്റെ പുറത്തേക്ക് ഡ്രാഗ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് മോക്കപ്സ് ഉണ്ടാക്കി ഇത് നമുക്ക് ഈ ആമസോൺ പോലുള്ള സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിന് ഞാൻ ഇവിടെ പോവുക. അതിനുശേഷം ഡൗൺലോഡ്, ഷെയറിൽ പോവുക, ഡൗൺലോഡ് ചെയ്യുക. ഏത് ഫോർമാറ്റ് വേണം, PNG വേണോ, JPEG വേണോ, ഏതിൽ വേണമെങ്കിലും ചെയ്യാം. അതിനുശേഷം ഇവിടെ ഡൗൺലോഡ് കൊടുത്താൽ മതി. ഡൗൺലോഡ് എടുത്തു കഴിഞ്ഞാൽ ഇത് ഡൗൺലോഡ് ആയിട്ട് കിട്ടും. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അത് പിക്ചറായിട്ട് ഓപ്പൺ ആക്കി വരും. അത് നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു സോ മച്ച്.